ദീപാവലി ദീപങ്ങളുടെ സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ ഉത്സവമാണ്. ഇത് ഇന്ത്യക്കാർക്ക് കൊയ്ത്തുത്സവമാണ് എന്നാണ് പ്രാചീന വിശ്വാസം. ഒരു വർഷത്തെ കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത വർഷം സമൃദ്ധമായ വിളവുണ്ടാകാൻ ദീപങ്ങൾ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് ദീപാവലി എന്ന് വിശ്വാസം. ഇന്ത്യയിൽ തന്നെ ദീപാവലിക്ക് പല സ്ഥലങ്ങളിൽ പല വിശ്വാസങ്ങളാണ്. രാജ്യത്തിന്റെ ഒരിടത്ത് ഇത് കാളിപൂജയാണെങ്കിൽ മറ്റൊരിടത്ത് ഇത് ബന്ദിച്ചോർ ദിവസമാണ്. അങ്ങനെ ദീപാവലിക്ക് പല സ്ഥലങ്ങളിൽ പല കഥകളും ആഘോഷങ്ങളും പല മുഖങ്ങളുമാണ്. വിളവ് കഴിഞ്ഞ് കൃഷിസ്ഥലത്ത് ദീപങ്ങൾ തെളിയിച്ച് അടുത്ത വിളവിനായി സൂര്യനെ പ്രീതിപ്പെടുത്തുന്നതാണ് ഒരാഘോഷം എന്ന് വിശ്വാസം. എന്നാൽ ഹിന്ദുമത വിശ്വാസപ്രകാരം തിന്മയുടെ മേൽ നന്മയുടെ പ്രകാശത്തിന്റെ വിജയമാണ് ദീപാവലി. രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസം ജനങ്ങൾ വിളക്കുകൾ കത്തിച്ച് ശ്രീരാമനെ വരവേറ്റതാണ് പിന്നീട് ദീപാവലിയായത് എന്നും വിശ്വാസമുണ്ട്. ജൈനമതക്കാർക്ക് മഹാവീരന്റെ നിർവ്വാണമാണ് ദീപാവലിയെങ്കിൽ ബുദ്ധന്റെ മാറ്റമാണ് ബുദ്ധമതക്കാർക്ക് ദീപാവലി. മഹാലക്ഷ്മിയെ ദീപാവലി ദിവസത്തിൽ ആരാധിക്കുന്നവരും ഉണ്ട്. അഭിവൃദ്ധി നൽകും ഇത് എന്നാണ് വിശ്വാസം. പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലുമെല്ലാം ദീപാവലിയെക്കുറിച്ച് പരാമർശമുണ്ട്. എന്തു തന്നെ ആയാലും തിന്മയുടെ മേൽ നന്മയുടെ, അന്ധകാരത്തിന് മേൽ പ്രകാശത്തിന്റെ ഉത്സവമാണ് ദീപാവലി.